വാർത്തയുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെ പ്രതി ചേർത്ത് കേസ്. കുടുംബം നൽകിയ പരാതിയിലാണ് നടപടി. സൈബർ വിംഗ് വിശദമായി പരിശോധന നടത്തും. MS അനീഷ് കുമാർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ, മനാഫിനെതിരെ കേസ് എന്ന് പറയുന്നു, കുടുംബം പരാതി നൽകിയിരിക്കുന്നു, എങ്ങനെയാണ് വിശദാംശങ്ങൾ? കുടുംബം ഇന്നലെയാണ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ അധിക്ഷേപങ്ങൾ തങ്ങൾക്കെതിരെ നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഈ കേസുകളിലാണ് അല്ലെങ്കിൽ ഈ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ മനാഫാണ് ഒന്നാം പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്നത്. മറ്റ് സോഷ്യൽ മീഡിയയിലെ ആളുകൾ എന്നതാണ് ബാക്കി പ്രതികൾ വരുന്നത്. എന്തായാലും സൈബർ വിങ് ഇക്കാര്യം വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ കനത്ത രീതിയിലുള്ള പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിൽ ഈ കുടുംബത്തിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും, അതായത് അർജുന്റെ സഹോദരിമാർ, ആര്യ എന്നിവരെ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾക്കെതിരെ, ഒപ്പം വർഗീയ ചുവയുള്ള ചില പോസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം പോസ്റ്റുകൾക്കെതിരെയും കർശനമായ നടപടിയെടുക്കുമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ തന്നെ പരിശോധനകൾ നടത്തി ആരുടെയൊക്കെ അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപ കമന്റുകൾ വന്നത് എന്ന് കണ്ടെത്തും. അതിനനുസരിച്ചാണ് ആ കേസുകൾ എടുക്കുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വെടിനിർത്തൽ ഇന്നലെ മനാഫും പ്രഖ്യാപിച്ചിരുന്നു. ഇനി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവില്ല എന്നാണ് മനാഫ് പറഞ്ഞത്. കുടുംബവും നേരത്തെ തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിനപ്പുറം ഇനി ഒന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് ശേഷമാണ് ഇപ്പോൾ പരാതി നൽകുകയും മനാഫിനൊക്കെ അടക്കമെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. മനാഫുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ വിശദമായ പരിശോധന നടത്തുമെന്നാണ് പറയുന്നത്. കേസെടുത്തെങ്കിലും അത് പൂർണ്ണമായി മനാഫിനെ മുൻവിധിയിലെടുത്തല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അനീഷ, അത് തന്നെയാണ് നമുക്ക് സ്വാഭാവികമായും ഈ കേസിനെ പറ്റിയുള്ള വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയം. ഒരു തർക്കവുമില്ല, അർജുന്റെ കുടുംബത്തിനെതിരെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത തരത്തിൽ ഓരോ കുടുംബാംഗങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള സൈബർ ആക്രമണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അതിൽ മനാഫിനെ പ്രതി ചേർക്കുന്നത് ഏത് തരത്തിലാകും എന്നുള്ള ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. കാരണം മനാഫിന്റെ അക്കൗണ്ടിൽ നിന്നോ മനാഫുമായി ബന്ധപ്പെട്ട മനാഫിന്റെ വീട്ടിലെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്നോ ഒന്നുമല്ല ഈ സൈബർ അധിക്ഷേപം വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു വലിയ മാസ് പബ്ലിക് നടത്തുന്ന സൈബർ അധിക്ഷേപത്തിൽ മനാഫിന്റെ പങ്ക് ഏത് തരത്തിലാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ? നേരത്തെ തന്നെ കുടുംബം പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഈ പരാതി നൽകും, നിയമ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. കാരണം ഈ യൂട്യൂബ് ചാനലുകളിലും മറ്റുമൊക്കെ വാസ്തവവിരുദ്ധമായ പ്രചാരണം മനാഫ് നടത്തിയെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. പ്രത്യേകിച്ച് അർജുന്റെ ബൈക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് മനാഫ് പുറത്ത് പറഞ്ഞത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കുടുംബത്തിന് വേദന ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ സൈബർ അധിക്ഷേപത്തിലേക്ക് പോലും നീങ്ങിയത് ഇത്തരം പ്രസ്താവനകളും ഇതിനെതിരെ നൽകിയ മറുപടികളുമാണ്. അതുകൊണ്ട് മനാഫിന്റെ പ്രയോഗങ്ങളിൽ നിന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയുള്ള രീതിയിലാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനാഫിനെയും പ്രതി ചേർത്തിരിക്കുന്നത്. എന്തായാലും മനാഫുമായി ബന്ധപ്പെട്ടും ഉയർന്നിരിക്കുന്ന പരാതിയെ ഗൗരവത്തോടെ പരിശോധിക്കും. ഇനി മനാഫ് അതിൽ എന്തെങ്കിലും തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തിയാൽ മനാഫിനെ ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രാഥമികമായി കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മനാഫിനെ. മറ്റു പലർക്കും മുഖമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളുണ്ട്, നിരവധി സ്ക്രീൻഷോട്ടുകളും ലിങ്കുകളും ഒക്കെ സഹിതമാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ആ ലിങ്കുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെയായി ബന്ധപ്പെട്ട് പോലീസ് വളരെ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ലിങ്കുകളുടെ ഉടമകൾ ആരാണ്, അല്ലെങ്കിൽ ആരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് പോയത് എന്നത് സംബന്ധിച്ച വ്യക്തമായ പരിശോധന നടത്തും. കാരണം കുടുംബത്തെ ഓരോരുത്തരെയും പേരെടുത്ത് ഉള്ള പരാമർശങ്ങൾ ഈ അർജുന്റെ ഭാര്യ, സഹോദരി എന്നിവർക്കൊക്കെയുള്ള എതിരെ നടക്കുന്ന സ്ത്രീത്വത്തെ തന്നെ അപമാനിച്ചുകൊണ്ടുള്ള കമന്റുകൾ, ഒപ്പം കുടുംബത്തെ മൊത്തത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന കമന്റുകൾ, അങ്ങനെ പലതരത്തിലുള്ള കമന്റുകളാണ് അല്ലെങ്കിൽ പോസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ടത്. അവയ്ക്കെതിരെ സമഗ്രമായി തന്നെ പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. അനീഷ, അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങളോട് അർജുന്റെ കുടുംബം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, അർജുന്റെ പേരിൽ മനാഫ്
പണപ്പിരിവ് നടത്തുന്നു, ഫണ്ട് പിരിവ് നടത്തുന്നു എന്നുള്ളതാണ്. അത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നുള്ളത് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ അർജുന്റെ കാര്യം, വൈകാരികത വിറ്റ് യൂട്യൂബ് ചാനൽ വഴി പണം സമ്പാദിക്കാൻ മനാഫ് ശ്രമിക്കുന്നു. പ്രധാനപ്പെട്ട ഈ 2 ആരോപണങ്ങളാണ് മനാഫിനെതിരെ ആദ്യ ദിവസം അവർ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ മനാഫ് സംസാരിക്കുകയും ചെയ്തു. നിയമ നടപടി ആകാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അന്വേഷണം വരട്ടെ, അന്വേഷണത്തിൽ തെളിഞ്ഞാൽ താൻ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് തന്നെ നേരിട്ട് കല്ലെറിയാം, താൻ പൊതുനിരത്തിൽ പൊതുമധ്യത്തിൽ വന്ന് നിൽക്കാമെന്നൊക്കെ പറയുന്ന മനാഫിനെ നമ്മൾ കണ്ടു. സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ അവർ കേസ് കൊടുക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ സൈബർ ആക്രമണമാണ് ഇപ്പോൾ ഒരു വിഷയമായി വന്നത്. മനാഫിനെതിരെ അതിൽ കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നു, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ ഫണ്ട് പിരിവ് നടത്തിയെന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ടോ അതിന് കൃത്യമായി മനാഫ് തന്റെ ഭാഗം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പറയുന്ന ഭാഗത്തിൽ അത് സ്വീകരിക്കണമോ വേണ്ടോ എന്ന് കുടുംബമാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഏതാണ്ട് ഈ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം വാർത്താ സമ്മേളനം 4:30-ക്കാണ് തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ കമ്മീഷൻ ഓഫീസിൽ പോവുകയും നേരിട്ട് കമ്മീഷനെ കാണുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പരാതി നൽകിയത്. ഈ അദ്ദേഹത്തിന്റെ സഹോദരി, ഭർത്താവ്, സഹോദരി, ഭാര്യ ഇവരൊക്കെ അടക്കമാണ് കമ്മീഷൻ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു. എന്തായാലും അതിന്റെ അർത്ഥത്തിൽ തന്നെ ഗൗരവത്തോടുകൂടി തന്നെ കാണുന്നു എന്നാണ് ഇപ്പോൾ പോലീസും. തീർച്ചയായും. എം.എസ്. സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ്.